ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ ഇത് കയറുമ്പോൾ എല്ലാവരും നല്ല എനർജി ഉണ്ടാവും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഓഫാവും, പ്രത്യേകിച്ച് ഞാനും ചിന്നും. അപ്പോൾ ഈ ഛർദ്ദിക്കുന്ന പരിപാടിയുള്ള കാരണം നമ്മൾ വണ്ടി കയറിയ സൈഡാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനും കൃത്യമൊക്കെ ചുമ്മാ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് സെറ്റായി വൈബാക്കിയൊക്കെ വന്നു. ഞങ്ങൾ ഇറങ്ങുമ്പോൾ തുടങ്ങിയ മഴയായിരുന്നു ഗൈസ്. അവിടെ എത്തുന്ന വരെ നല്ല മഴയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ യാഷുമോൻ എല്ലാവരും എണീറ്റ് വന്ന് നമ്മളെ എനർജി ആകാൻ വേണ്ടി ഒന്ന് ഡാൻസ് ഒക്കെ കളിച്ച് സെറ്റായി. അങ്ങനെ ഞങ്ങളിതേ പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചിന്നുൻ്റെ ഒരു വന്ന പാടെ ഇവിടെ ഓർണമെൻറ്റ്സ് ഒക്കെയാണ് നോട്ടം. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ വ്ളോഗ് എടുക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ആക്ച്വലി വ്ളോഗ് എടുക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. യാഷുമോന്തി മഴ വരുന്നതൊക്കെ പറഞ്ഞ് കാണിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രം. ഇവിടെ നേരെ ഫ്രണ്ടിൽ പുഴയാണ്. സത്യം പറഞ്ഞാൽ എന്തൊരു ഭംഗിയാണ് ഈ അമ്പലം കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ പുഴയിൽ കാലൊക്കെ കഴുകിയിട്ടാണ് അമ്പലത്തിനകത്തേക്ക് കയറുക. അങ്ങനെ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ അവരുടെ പ്രസാദം ഉണ്ടായിരുന്നു, പയർ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാൻ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. പെട്ടെന്ന് ഇറങ്ങിയിട്ടാണ് ഫുഡ് കഴിക്കാൻ. പക്ഷേ ഇവരുടെ ഈ കമ്മൽ മാലൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി നല്ലൊരു സമയം ഇവിടെ തന്നെ പോകും. അപ്പം ചിന്നുവാണെങ്കിൽ ഓരോ സാധനം എടുത്തിട്ട് ഇത് കൊള്ളാവും എന്നോട് സജഷൻ ചോദിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞാൽ മാത്രമേ അവൾ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഒന്ന് രണ്ട് സാധനം ഞങ്ങൾ നോക്കിയിട്ട് അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കുന്നത് കള്ളുഷാപ്പിലാണെന്ന് എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത. കള്ളുഷാപ്പ് പോയിട്ട് അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അല്ലെങ്കിൽ അവസാനം 5-6 മണിയായപ്പോഴാണ് ഞങ്ങൾ കഴിക്കാൻ കയറിയത്. ഓൾറെഡി നല്ല മഴയായ കാരണമാണ് നമ്മൾ അത്രയും ഡിലേ ആയത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും ഫുഡ് കിട്ടിയില്ല, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ കപ്പയും മീൻകറിയും മീൻ ഫ്രൈയും പിന്നെ ചിക്കൻ്റെ പാർട്സ് കറിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.